എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ ട്രീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാരറ്റിലേക്ക് സ്വാഗതം. ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന നവംബർ 2025 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഉത്രാടം നക്ഷത്രക്കാർക്ക് നവംബർ 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Then a 10 of Wands, 6 of Cups, Justice energy, 3 of Wands, Magician, ലാസ്റ്റ് വന്നിട്ട് Ace of Pentacles energy. ഉത്രാടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം പൊതുവിൽ ഒരു നല്ലൊരു മാസമാണ്. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പല പ്രാരബ്ധങ്ങളും നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന ഒരു സമയം എന്ന് നമ്മൾ പറയാം. പ്രാരബ്ധങ്ങൾ ഒഴിഞ്ഞു പോകുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒത്തിരി നാളായിട്ട് നിങ്ങൾ കൊണ്ടു നടന്നിരുന്ന ചില ഭാരം ഒഴിഞ്ഞു പോകുന്നു എന്ന് പറയാം. അപ്പോൾ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം അത് വ്യത്യസ്തമായിട്ടുള്ള കാര്യമായിരിക്കാം. എന്നാലും നിങ്ങളുടേതായിട്ടുള്ള ചില ഉത്തരവാദിത്തങ്ങൾ, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ജീവിതത്തിൽ അവരുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടേതല്ലാത്ത ഉത്തരവാദിത്തങ്ങൾ, നിങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് നടന്നിരുന്ന ചില കാര്യങ്ങൾ, മറ്റുള്ളവരുടേതായിട്ടുള്ള ചില ഒബ്ലിഗേഷൻസ്, അതൊന്നും നിങ്ങളുടേതല്ല. മറ്റുള്ളവരുടെ ഉത്തരവാദിത്തങ്ങൾ അത് നിങ്ങളുടേതാക്കി മാറ്റിയിരിക്കുന്നു. അല്ലെങ്കിൽ കാണുന്ന എല്ലാവരുടെയും എല്ലാ കാര്യത്തിനും വേണ്ടി ഇറങ്ങി പുറപ്പെടുക, മറ്റുള്ളവരെ സഹായിക്കുകയാണ് എന്നുള്ളൊരു തോന്നൽ സ്വന്തം കാര്യം അല്ലെങ്കിൽ സ്വന്തം വീട്ടിലെ കാര്യം, നമ്മൾ പറയും കുടുംബത്തിലെ കാര്യം നോക്കാനുണ്ടാവില്ല, പക്ഷെ നാട്ടുകാരുടെ കാര്യം നോക്കി നടക്കുന്നു എന്ന് പറയുന്ന ആളുകൾ, ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് നിങ്ങളെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ല, സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കണം എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണ് ഈ ഒരു സമയത്ത്. ഈ ഒരു മാസം അങ്ങനെയുള്ള അനാവശ്യമായിട്ട് നിങ്ങൾ തലയിൽ കയറ്റി വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും തലയിൽ നിന്ന് ഇറക്കി വയ്ക്കുന്നുണ്ട്. അത് ചില കാര്യങ്ങളായിരിക്കാം, ചിലപ്പോൾ ചില വ്യക്തികളായിരിക്കാം. നിങ്ങൾ ചില വ്യക്തികൾക്ക് ആവശ്യത്തിൽ കവിഞ്ഞ് ജീവിതത്തിൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടാവും. അവർ പറയുന്ന അവരുടെ ഏത് കാര്യത്തിനും ഓടി നടക്കുന്നതാണെങ്കിൽ അത് ഒഴിവാക്കുന്നു. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാവാം. നിങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഘടനയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളായിരിക്കാം. പക്ഷേ പ്രവർത്തനത്തിൻ്റെ കാര്യം വരുമ്പോൾ എല്ലാത്തിലും നിങ്ങൾ ഓടി നടന്ന് നിങ്ങൾ പണിയെടുക്കാൻ നിങ്ങൾ ഉണ്ടാകും. പക്ഷേ എന്തെങ്കിലും സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രോത്സാഹനങ്ങളോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൽ നിങ്ങളുണ്ടാവില്ല എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങുകയാണ്. അപ്പോൾ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ഒരാളെന്നുള്ള രീതിയിലാണ് നിങ്ങളെ കാണുന്നത് എന്നുള്ളത്. അത് രാഷ്ട്രീയ പാർട്ടി, സംഘടന, അതുപോലെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. അത് മനസ്സിലാക്കുന്നത് മാത്രമല്ല, അത് നിങ്ങളുടെ നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു ആദരവ് കിട്ടുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കി അങ്ങനെയുള്ളിടത്ത് നിങ്ങൾ മാറിപ്പോവാണ്. വളരെ വൈകിയെടുത്തതാണെങ്കിലും നല്ലൊരു തീരുമാനമായിട്ട് നിങ്ങളത് എടുക്കുകയാണ്. 6 of Cups എനർജിയാണ്. അപ്പോൾ ഈ ഒരു മാസം നല്ലൊരു സൗഹൃദത്തിൻ്റെ മാസമാണ്. പൊതുവേ ഒത്തിരി സുഹൃത്തുക്കളുള്ളൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ പുതിയ സുഹൃത്തുക്കളെ ലഭിക്കുന്നുണ്ട്. പഴയ സുഹൃത്തുക്കളുടെ ഒപ്പം നിൽക്കുന്നതോടൊപ്പം തന്നെ പുതിയ സുഹൃത്തുക്കളെ നിങ്ങൾ ലഭിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയ ജോലിയിൽ കയറുന്നുണ്ടാവാം ചിലപ്പോൾ, അല്ലെങ്കിൽ പുതിയതായിട്ട് നിങ്ങൾ പുതിയ കോളേജിലോ സ്കൂളിലോ ഒക്കെ ചേരുന്നതാവാം. എന്തായാലും പുതിയ സൗഹൃദങ്ങൾ വരുന്ന പല വഴികളിലൂടെ നിങ്ങളുടെ ഔദ്യോഗിക അല്ലെങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലോ ഒക്കെ പുതിയ സൗഹൃദങ്ങൾ വരുന്നുണ്ട്. വിദ്യാഭ്യാസം കഴിഞ്ഞ് ഇരിക്കുന്നവർ, ചില ആളുകളെ സംബന്ധിച്ച് ഇതൊരു റീയൂണിയൻ ആവാം. അതായത് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള സൗഹൃദങ്ങൾ കൂടിച്ചേരുന്ന ഒരു സമയം. അപ്പോൾ റീയൂണിയൻ്റെ ഭാഗമായിട്ട് തന്നെ ആവണമെന്നില്ല, എന്നാലും ചിലപ്പോൾ സ്കൂൾ കോളേജ് റീയൂണിയൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടുന്നതാവാം. അതല്ലാതെ തന്നെ സൗഹൃദങ്ങൾ പുതുക്കാനുള്ള അവസരവും ഈ ഒരു മാസത്തിൽ കാണുന്നുണ്ട്. ഒത്തിരി ഓർമ്മകളിൽ നിന്ന് സന്തോഷം കണ്ടെത്താൻ പറ്റുന്ന ഒരു മാസമാണ്. അപ്പോൾ ഓർമ്മകൾ പുതുക്കാൻ പറ്റുന്ന ഒരു സമയം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒറ്റയ്ക്ക് താമസിക്കുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു കൂട്ട് എന്നുള്ളൊരു ചിന്തയിലേക്ക് ഏതെങ്കിലും ഒരു മൃഗത്തെ എടുത്ത് വളർത്തുന്നൊരു സാഹചര്യം
കാണിക്കുന്നുണ്ട്. അതുപോലത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാം. നിങ്ങളൊരു പെറ്റ് അനിമൽ ആയിട്ട് നിങ്ങൾക്ക് എന്നുള്ള രീതിയിൽ കാണുന്നത്. ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്ക് മാത്രമെന്നല്ല, കൂടുതലായിട്ടും അങ്ങനെ താമസിക്കുന്നവർ അങ്ങനെ ഒരു പെറ്റ് അനിമലിനെ എടുത്ത് വളർത്താനുള്ള സാഹചര്യം കാണിക്കുന്നുണ്ട് ഈ മാസത്തിൽ. അതേപോലെ ജസ്റ്റിസ് എനർജിയാണ്. ലീഗലി ലോയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ലീഗലായിട്ടുള്ള ചില കാര്യങ്ങൾ കുറച്ചധികം നാളായിട്ട് വെയിറ്റ് ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ റെഡിയാകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഈ ഒരു മാസത്തിൽ, അതിൻ്റെ ആഘോഷങ്ങളൊക്കെ ഉണ്ട്. വലിയ രീതിയിലുള്ള സന്തോഷം ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം കാണുന്നുണ്ട്. അതായത് വലിയ നിങ്ങളുടെ വീടോ പറമ്പോ അല്ലെങ്കിൽ അങ്ങനെ കേസിൽ പെട്ട് കിടക്കുന്ന വലിയ എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് തിരിച്ചു നൽകാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവ് വരുന്ന ഒരു സാഹചര്യം കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ഒത്തിരി വലിയ സന്തോഷം നിങ്ങളിലുണ്ടാക്കി ജനിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എന്തെങ്കിലും വീട്, സ്വത്ത്, പ്രോപ്പർട്ടി ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യത്തിലാണ് കൂടുതലായിട്ട് ഇത് കാണിക്കുന്നത്. പിന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ, അതായത് നിങ്ങൾ സാമ്പത്തികമായിട്ടുള്ള കാര്യമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് ഒത്തിരി തൃപ്തി തരുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം. സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളായിട്ട് ഒരു കാര്യത്തിൽ ഇറങ്ങി പുറപ്പെടുകയോ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക, അങ്ങനെയുള്ളൊരു കാര്യത്തിൻ്റെ ആവശ്യം തന്നെ വരില്ല. മറിച്ച് നിങ്ങളിലേക്ക് സമ്പത്ത് വന്നു ചേരുന്ന ഒരു സമയം എന്ന് പറയാം ഈ ഒരു മാസം. അതായത് നിങ്ങൾ സമ്പത്ത് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ പോകേണ്ട ആവശ്യം വരില്ല, ഇങ്ങോട്ടേക്ക് സമ്പത്ത് നിങ്ങളിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഒരു പക്ഷേ ലോട്ടറി ഭാഗ്യമാകാം, അതല്ല എങ്കിൽ നിങ്ങൾക്ക് കുടുംബ വസ്തുവകകൾ, സ്വത്ത് കാര്യങ്ങളൊക്കെ ഇഷ്ടദാനം അതുപോലുള്ള രീതിയിലൊക്കെ നിങ്ങളിലേക്ക് ധനം ആയിട്ടുള്ള രീതിയിൽ, ധനമായിട്ടല്ലെങ്കിലും വസ്തുവകകളായിട്ടും ഒക്കെ നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ളൊരു ഭാഗ്യം ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് 3 of Wands എനർജിയാണ്. വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് കാര്യങ്ങളൊക്കെ റെഡി ആവുന്നുണ്ട്. നിങ്ങൾ ഒത്തിരി അധികം ആഗ്രഹിച്ചൊരു യാത്ര, അപ്പോൾ നിങ്ങൾ ട്രെക്കിങ്ങിനൊക്കെ പോകാൻ, മൗണ്ടനിയറിങ് അതുപോലെ സാഹസികമായിട്ടുള്ള യാത്രകൾ ആഗ്രഹിക്കുന്നവർക്ക്, പിന്നെ സോളോ ട്രിപ്പ് അതുപോലുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള യാത്രകൾ അനുഭവയോഗ്യമാകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ 3 of Wands എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ശരിയായിട്ടുള്ള ദിശയിലേക്കാണ് നിങ്ങൾ പോകുന്നതെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നു. ജീവിതത്തിൽ ഒരു ലക്കി ബ്രേക്ക് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടാവുന്നു. പ്ലാൻ ചെയ്ത് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഒത്തിരി അഭിമാനം തോന്നുന്ന ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു മാസത്തിൽ സംഭവ്യമാകുന്നുണ്ട്. അത് പ്രത്യേകിച്ച് നിങ്ങളുടെ ജോലിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. മാനിഫെസ്റ്റേഷൻ, മജീഷ്യൻ എനർജിയാണ്. അപ്പോൾ മാനിഫെസ്റ്റേഷനാണ്, ആഗ്രഹ സഫലീകരണത്തിൻ്റെ സമയമാണ്. അപ്പോൾ എന്താഗ്രഹിച്ചാലും അത് ലഭിക്കുന്ന ഒരു സമയം എന്നൊക്കെ നമ്മൾ പറയില്ല, അങ്ങനെയുള്ളൊരു മുഹൂർത്തമാണ് ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിൽ കൊണ്ടുവരുമ്പോൾ നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും. അതിലാദ്യം നിങ്ങൾക്കതിൽ വിശ്വാസം വേണം. ഇപ്പോൾ സ്വയമേ ഒരു വിശ്വാസമില്ലായ്മ കാണിക്കുന്നുണ്ട്. സ്വയമേ ഒരു വിശ്വാസം ഇല്ലെങ്കിൽ പോലും ആ ഒരു പ്രപഞ്ചശക്തിയിൽ വിശ്വസിച്ചിട്ട് അതിൽ മുന്നോട്ടേക്ക് പോവുക. എല്ലാവരും വിശ്വസിക്കുന്ന ഒരു ശക്തി ഉണ്ടാവുമല്ലോ, ഒരു ദൈവികമായിട്ടുള്ളതോ, അത് ക്രൈസ്റ്റ് ആയാലും കൃഷ്ണനായാലും ഏത് ദൈവമാണെങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിലോ അല്ലെങ്കിൽ ഒരു പ്രപഞ്ച ശക്തി എന്നുള്ള രീതിയിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഒരു യൂണിവേഴ്സൽ പവർ എന്തിലായാലും അതിൽ ആ ഒരു വിശ്വാസം മുറുകെ പിടിച്ച് മുന്നോട്ടേക്ക് പോവുക. നിങ്ങളുടെ ആഗ്രഹ സബലീകരണമാണ് കാണിക്കുന്നത്. അതേപോലെ Ace of Pentacles എനർജിയാണ്. അപ്പോൾ ഇവിടെ ബിസിനസ്സിൻ്റെ ഒരു സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ചില ആളുകൾ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടോ, പക്ഷെ അതിന് വേണ്ടിയിട്ടും ശ്രമിച്ചിട്ട് അടുത്തിടയ്ക്ക് ഒന്നും നടക്കാതെ പോയിട്ടുള്ളവരാണെങ്കിൽ, അതായത് ഇതിനു മുമ്പ് പരാജയം സംഭവിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ വീണ്ടും അതിലേക്ക് പോകുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവാം. പക്ഷേ ഈ ഒരു മാസം വളരെ നല്ലതാണ്. കാര്യങ്ങളൊക്കെ തുടങ്ങി വയ്ക്കാൻ പറ്റിയ സമയമാണ്. ഇനി ഓൾറെഡി തുടങ്ങിയിട്ടുള്ള ഒരാളാണെങ്കിൽ അതിലും നിങ്ങൾക്ക് നല്ലൊരു
പോസിറ്റിവിറ്റിയാണ് സൂചിപ്പിക്കുന്നത്. ഓൾറെഡി തുടങ്ങിയിട്ടുള്ള കാര്യമാണെങ്കിൽ അതിൽ കൂടുതൽ മികവ് കൊണ്ടുവരാൻ, ഇത് ഇമ്പ്രൂവൈസ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു അവസരം സൂചിപ്പിക്കുന്നത്. അപ്പോൾ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും ജോലിയോടൊപ്പം തന്നെ ഒരു ബിസിനസ് എന്നുള്ളൊരു സങ്കല്പത്തോട് കൂടിയിട്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നു എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അതും നിങ്ങളുടെ ലൈഫിൽ ഒരു അഡീഷണൽ ആയിട്ടുള്ളൊരു ഇൻകം സോഴ്സ് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അതേപോലെ പ്രായമായിട്ടുള്ളവർ, വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളമൊക്കെ ഒത്തിരി സന്തോഷം തരുന്ന നിമിഷങ്ങൾ, ഫാമിലിയിൽ മൊത്തത്തിൽ ഒരു സന്തോഷമുള്ളത്, അവരിലും ഒത്തിരി സന്തോഷം, ഒരു തൃപ്തിയൊക്കെ മനസ്സിൽ തോന്നുന്ന സമയമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.